വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ നാട്ടിൽ പുതുമയുള്ള കാഴ്ചയല്ല. എന്നാൽ ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയിൽ താളമിട്ട് ഒരുമിച്ച് ആടിത്തിമർക്കുന്നത് അപൂർവം തന്നെയാണ്. തൃശൂർ പെരിഞ്ഞനത്തെ പെൺകൂട്ടായ്മയുടെ ശിങ്കാരിമേളം സമൂഹമാധ്യമങ്ങളിലും ഇപ്പോൾ വൈറലാണ്. ഉത്സവപ്പറമ്പുകളിലും ആഘോഷങ്ങളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന 19 പേർ. കുടുംബക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മറ്റുമായി അരങ്ങുവാണിരുന്ന വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിൽ ചുവടുറപ്പിച്ചതിന് പിന്നിൽ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മാത്രമാണ്. ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം അവതരിപ്പിക്കണമെന്ന കൂട്ടായ ചിന്ത ചെണ്ടമേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചു. ശിങ്കാരിമേളത്തിൽ ഒരു കൈ നോക്കാം എന്നായി ആലോചന. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പരിശീലനവും തുടങ്ങി. 10ാം ക്ലാസ്സുകാരി മുതൽ 50കാരി വരെ ഒരേ കുടുംബക്കാരായ 19 പേർ പ്രതിസന്ധികളെ അതിജീവിച്ച് 6 മാസത്തിനുള്ളിൽ മേളത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തു. ജോലിയും പഠനവും കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം രാത്രി വൈകും വരെ നീണ്ടിരുന്നു. മാർച്ച് മാസത്തിൽ കളപ്പുരയ്ക്കൽ ക്ഷേത്രനടയിലായിരുന്നു അരങ്ങേറ്റം. ആസ്വാദകരിൽ ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ പലയിടത്തു നിന്നും ശിങ്കാരിമേളം അവതരിപ്പിക്കാൻ സംഘാടകർ ക്ഷണിച്ചു തുടങ്ങി. ശ്രീപതി കളപ്പുര എന്ന് പേരിട്ട സംഘത്തിനിപ്പോൾ നിറയെ വേദികളാണ്. പുതുമ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി DJയ്ക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിന് തുടക്കമിട്ടതായി സംഘത്തിൻ്റെ നേതാവ് ശാലു ചഞ്ചൽ പറഞ്ഞു. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഫ്യൂഷനാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയ ആശാനുമായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വൈകിട്ട് 7 മണി മുതൽ 9 വരെ ആണ് ഞങ്ങളുടെ 9-9:30 വരെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത്. ആശാൻ ആഴ്ചയിൽ 4 ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും. അല്ലാതെ ഞങ്ങൾ ഡെയിലി എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇവർ കീഴടക്കി കഴിഞ്ഞു. നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് തൃശൂർ പെരിഞ്ഞനത്തിൻ്റെ സ്വന്തം മേള പെൺപട. കൈരളി ന്യൂസ്, തൃശൂർ.